എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പോളിടെക്നിക് കോളേജുകളിലേക്കുള്ള ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള പെർമനൻറ്റ് അഡ്മിഷൻ, അതുപോലെ ടെമ്പററി അഡ്മിഷൻ, അതുപോലെ തന്നെ കിട്ടിയ ആ ഒരു കോഴ്സിൽ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതിരിക്കുക. അപ്പോൾ എന്നിങ്ങനെയൊക്കെയുള്ള അവസരം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ജൂലൈ 4-ാം തീയതി വരെയാണ് ഇതിനുള്ള അവസരം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആദ്യത്തെ ഈ ഒരു അഡ്മിഷൻ നേടാനുള്ള അവസരം ഒന്നുകിൽ നിങ്ങൾക്ക് പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാവിധ ഡോക്യുമെൻറ്റ്സും എടുത്തുകൊണ്ട് പോയിട്ട് നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ, അതായത് നിങ്ങൾക്ക് എല്ലാ ഡോക്യുമെൻറ്റ്സും എടുത്തുകൊണ്ട് കോളേജിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ടെമ്പററി അഡ്മിഷനാണ്. നിങ്ങളുടെ TCയും എല്ലാ ഡോക്യുമെൻറ്റ്സും എടുത്തുകൊണ്ട് പോകണം. അതിനുശേഷം ഇപ്പോൾ നിങ്ങൾ +2 തോറ്റൊരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് +2 ഫെയിൽഡ് ആയതിൻ്റെ ഒരു TC കിട്ടും. അപ്പോൾ അത് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡോക്യുമെൻറ്റ്സ് ഒക്കെ അവിടെ പോയിട്ട് റിപ്പോർട്ട് ചെയ്ത് അത് വെരിഫിക്കേഷൻ ചെയ്ത് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നിന്നും രജിസ്ട്രേഷൻ ചെയ്യും, നിങ്ങൾ അവിടെ ടെമ്പററി ആയിട്ട് അഡ്മിഷൻ നേടി എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു TC ഉൾപ്പെടെയുള്ള നിങ്ങളുടെ എല്ലാവിധ ഡോക്യുമെൻറ്റ്സും നിങ്ങൾക്ക് തിരിച്ചു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച ഓപ്ഷനിൽ തൃപ്തരല്ല എങ്കിൽ, അതായത് അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് അവിടെ തന്നെയാണ് കിട്ടുന്നതെങ്കിൽ, നിങ്ങൾക്ക് അവിടെ പെർമനൻറ്റ് അഡ്മിഷൻ നേടാനായിട്ട് താല്പര്യമില്ല എങ്കിൽ, അതായത് ആ ഒരു കോഴ്സ് താല്പര്യമില്ല എങ്കിൽ പ്രത്യേകിച്ച് നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച ആ ഒരു സീറ്റ് നഷ്ടപ്പെടും എന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത അലോട്ട്മെൻറ്റിൽ മറ്റൊരു കോളേജിലേക്ക് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ അത് അടുത്ത അലോട്ട്മെൻറ്റിലേക്ക് നിങ്ങളെ പരിഗണിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൽ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ മാറാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അഡ്മിഷൻ എടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അതായത് നിങ്ങൾ നിലവിൽ ടെമ്പററി അഡ്മിഷൻ എടുക്കുകയും എന്നാൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മാറ്റമൊന്നും ലഭിച്ചിട്ടില്ല, അതായത് നിലവിൽ ലഭിച്ച ആ ഒരു ഓപ്ഷനിൽ തന്നെ തുടരുകയാണെങ്കിൽ നിങ്ങൾക്ക് നിലവിൽ കിട്ടിയ ആ ഒരു കോളേജിൽ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു കോളേജിൽ ആ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് താല്പര്യമില്ല, അതായത് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമില്ല എങ്കിൽ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ എടുക്കാതെ അടുത്ത അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ലഭിച്ച സീറ്റ് പോവുകയും പിന്നീട് അടുത്ത അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് മറ്റൊരു കോളേജിൽ കിട്ടുകയാണെങ്കിൽ അവിടെ അഡ്മിഷൻ നേടുന്നതിനും സാധിക്കുന്നതാണ്. അതുപോലെ ഒന്നാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് പിന്നീട്, അതായത് ഒന്നാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ഈ ഒരു സ്പോട്ട് അഡ്മിഷനിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. ജില്ലാതല സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമാണ്. അതായത് ജൂലൈ 22-ാം തീയതി മുതൽ 26 വരെയാണ് ഈ ഒരു ജില്ലാതലത്തിൽ പോളിടെക്നിക് കോളേജിൽ വെച്ച് ഈ ഒരു ജില്ലാതല സ്പോട്ട് അഡ്മിഷൻ കൗൺസിലിംഗ് നടക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾ അതിനായിട്ട് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിച്ച പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു നിങ്ങളുടെ ഓപ്ഷൻസ് എങ്ങനെ ഡിലീറ്റ് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പാർഷ്യൽ ക്യാൻസലേഷൻ, അതുപോലെ റീഅറേഞ്ച്മെൻറ്റ് ഓഫ് ഓപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ലിങ്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ പാർഷ്യൽ ക്യാൻസലേഷൻ ഓർ റീഅറേഞ്ച്മെൻറ്റ് ഓഫ് ഓപ്ഷൻ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അടുത്ത പേജിലേക്ക് പോകും. ഇവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ നിങ്ങൾക്ക് ഡേറ്റ് ഓഫ് ബർത്തും കാണാൻ സാധിക്കും. അത് ഓക്കെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അടുത്ത ആ ഒരു ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാനും അതുപോലെ ഡിലീറ്റ് ചെയ്യാനുമുള്ള ആ ഒരു ഓപ്ഷനിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ റീഅറേഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നും അതുപോലെ പാർഷ്യൽ ഡിലീഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നും നോക്കാം. നിങ്ങൾക്കിപ്പോൾ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ ഒരു വിദ്യാർത്ഥിയാണെന്ന് കരുതുക. നിങ്ങൾക്കിപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്കിപ്പോൾ 10ാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെന്ന് കരുതുക. അപ്പോൾ ഈ ഒരു 10ാമത്തെ ഓപ്ഷനാണ് കിട്ടിയത്, അതായത് 10ാമത്തെ ഓപ്ഷനാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് മുകളിലുള്ള ഏതെങ്കിലും ഓപ്ഷൻ വേണ്ട, അതായത് 6ാമത്തെ വേണ്ട, 7ാമത്തേത് വേണ്ട, അതുപോലെ 4ാമത്തെ ഓപ്ഷൻ വേണ്ട. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു 3 ഓപ്ഷൻ വേണ്ട എന്ന് കരുതുക. അപ്പോൾ ഇതിനെ മാത്രമായിട്ട് ഡിലീറ്റ് ചെയ്യുന്നതിന്, അതായത് ഇതിൽ ഏതെങ്കിലും ഒരു കുറച്ച് ഓപ്ഷൻസിനെ മാത്രം ഡിലീറ്റ് ചെയ്യുന്നതിനാണ് പാർഷ്യൽ ക്യാൻസലേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു റിമൂവ് ചെയ്യുന്ന ഓപ്ഷനെ പിന്നീട് ആഡ് ചെയ്യാനായിട്ട് പറ്റുന്നതല്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി അടുത്തതായിട്ട് റീഅറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഒന്നാമതായിട്ട് നൽകിയുള്ള ഓപ്ഷനെ മാറ്റിയിട്ട് നിങ്ങൾക്ക് 3ാമതായിട്ട് കൊടുത്തിട്ടുള്ള ഓപ്ഷനെ 1ാമതായിട്ട് കൊടുക്കണം. അതുപോലെ തന്നെ 4ാമത്തെ ഓപ്ഷനെ നിങ്ങൾക്ക് 2ാമതായിട്ട് കൊടുക്കണം. അതുപോലെ തന്നെ 6ാമത്തെ ഓപ്ഷനെ നിങ്ങൾക്ക് 8ാമതായിട്ട് കൊടുക്കണം. 8ാമത്തേതിനെ നിങ്ങൾക്ക് 6ാമതായിട്ട് കൊടുക്കണം. അതായത് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ സ്ഥാനം ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നതിനാണ് ഈ ഒരു റീഅറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇതിനുള്ള അവസരം ഈ ഒരു ജൂലൈ 4-ാം തീയതി വരെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ റീഅറേഞ്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഏതെങ്കിലും വേണ്ടാത്ത ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ ആ ഒരു ആപ്ലിക്കേഷൻ, അതായത് ആ ഒരു ഡിലീറ്റ് ചെയ്ത ശേഷം സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു ഡിലീറ്റ് ചെയ്യാത്ത ബാക്കി ഓപ്ഷൻ മാത്രമേ നിങ്ങളുടെ ഹയർ ഓപ്ഷൻസ് ആയിട്ട് ഉണ്ടായിരിക്കുള്ളൂ.
അതായത് ഹയർ ഓപ്ഷൻ മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിൽ ക്യാൻസൽ ചെയ്യാനോ അതായത് പാർഷ്യലി ക്യാൻസൽ ആക്കാനോ അല്ലെങ്കിൽ റീ അറേഞ്ച്മെൻറ്റ് ചെയ്യാനോ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ അതിനുശേഷം പ്രിൻറ്റ് ആക്റ്റീവ് ഓപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പ്രിൻറ്റ് ആക്റ്റീവ് ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെൻറ്റിലേക്ക് നിങ്ങളെ പരിഗണിക്കുന്ന ഓപ്ഷൻസിനെ മാത്രം അതിൽ കാണാൻ സാധിക്കും. അതായത് അതിനായിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് നൽകി ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതായത് നിങ്ങളുടെ ആ ഒരു ആക്റ്റീവ് ഓപ്ഷൻസിനെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ആക്റ്റീവ് ഓപ്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചോദിച്ചാൽ ജസ്റ്റ് കാണിച്ചു തരാം. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്കിപ്പോൾ ഈ ഒരു രീതിയിൽ അതായത് 5ാമത്തെ ഓപ്ഷനാണ് നിലവിൽ ഇപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയത്. അവിടെ നിങ്ങൾക്ക് പെർമനൻറ്റ് അഡ്മിഷനോ അല്ലെങ്കിൽ അവിടെ ടെമ്പററി അഡ്മിഷനോ അല്ലെങ്കിൽ ആ ഒരു സീറ്റ് ഇഷ്ടപ്പെട്ടിട്ടില്ല, ഇനി അലോട്ട്മെൻറ്റ് അടുത്തതിൽ അവിടെ കിട്ടിയാൽ നിങ്ങൾ അഡ്മിഷൻ നേടുന്നില്ല എന്നാണെങ്കിൽ അവിടെ അഡ്മിഷൻ എടുക്കാതെ അടുത്ത അലോട്ട്മെൻറ്റായിട്ട് വെയിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പാർഷ്യൽ ഡിലീഷൻ ആണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് കരുതുക. അതായത് ഒരു ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ 3ാമത്തെ ഓപ്ഷനെ ഡിലീറ്റ് ചെയ്യുന്നു, അതായത് 3ാമത്തെ ഓപ്ഷനെ മാത്രമാണ് ഡിലീറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനുശേഷം നിങ്ങൾ പിന്നീട് ഈ ഒരു പ്രിൻറ്റ് ആക്റ്റീവ് ഓപ്ഷൻ നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഹയർ ഓപ്ഷൻസ് ആയിട്ടുള്ള 1, 2 അതുപോലെ 4ാമത്തെ ഓപ്ഷനായിട്ടുള്ള ആ ഒരു ഓപ്ഷൻ, അത് ഈ ഒരു 1ാമത്തേത് 2ാമത്തേത് 4ാമത്തെ ഓപ്ഷനുകളെ മാത്രമേ കാണാനായിട്ട് പറ്റുള്ളൂ. ഇനി അതേസമയം നിങ്ങൾ ഈ ഒരു റീ അറേഞ്ച്മെൻ്റ് ആണ് ചെയ്തതെങ്കിൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ 3ാമത്തേതിനെ 2ാമതാക്കി അതുപോലെ തന്നെ ഈ ഒരു 1ാമത്തേതിനെ 3ാമതാക്കി അതുപോലെ തന്നെ ഈ ഒരു രീതിയിൽ ചേഞ്ച് ചെയ്തു. അതായത് 3ാമത്തേതിനെ 2ാമത്തെ ഓപ്ഷനാക്കി ചേഞ്ച് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഈ ഒരു 1ാമത്തെ ഓപ്ഷനെ ഈ ഒരു 3ാമതായിട്ട് ചേഞ്ച് ചെയ്ത് കൊടുത്തു. അതുപോലെ 2ാമത്തെ ഓപ്ഷനെ 1ാമതായിട്ട് ചേഞ്ച് ചെയ്ത് കൊടുത്തു എന്ന് കരുതുക. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക നിങ്ങളുടെ ഓപ്ഷൻ. അതായത് ആദ്യം 2ാമത്തെ നിങ്ങൾ മുൻപത്തെ 2ാമത്തെ ഓപ്ഷൻ, അതുപോലെ തന്നെ പിന്നീട് ആ ഒരു 3ാമതായിട്ടുണ്ടായിരുന്ന ഓപ്ഷൻ, അതിനുശേഷം പിന്നീട് 1ാമത്തെ ഓപ്ഷൻ, അതിനുശേഷം 4ാമത്തെ ഓപ്ഷൻ. ഈ ഒരു രീതിയിൽ നിങ്ങൾ ചേഞ്ച് ചെയ്ത് കൊടുത്ത ആ ഒരു ക്രമത്തിനനുസരിച്ചാണ് ഉണ്ടാവുക. ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓപ്ഷൻ നമ്പർ 1, 2, 3 ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക. എന്നാൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള ആ ഒരു കോളേജ് മാത്രമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആയിട്ട് വരിക. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ ആ ഒരു ആക്റ്റീവ് ഓപ്ഷൻസ് എത്രയുണ്ട് ആ ഒരു ഓപ്ഷനുകളെയാണ് അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ഈ ഒരു ആപ്ലിക്കേഷനിൽ ഈ ഒരു ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റും പാർഷ്യൽ ഈ ഒരു ക്യാൻസലേഷൻ ചെയ്യുന്നതും എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ഈ ഒരു ജൂലൈ 4ാം തീയതി വരെയാണ്. അപ്പോൾ നിങ്ങൾക്ക് നിലവിൽ ലഭിച്ച ഓപ്ഷൻ തൃപ്തരാണെങ്കിൽ നിങ്ങൾക്ക് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാം. 1ാമത്തെ ഓപ്ഷൻ കിട്ടിയ വിദ്യാർത്ഥികളും പെർമനൻറ്റ് അഡ്മിഷനാണ് എടുക്കേണ്ടത്. അതുപോലെ നിലവിൽ ലഭിച്ച ഓപ്ഷനിൽ തൃപ്തരല്ല, നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് വേണ്ട എന്നാണെങ്കിൽ നിങ്ങൾ അവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല. കോളേജിൽ പോകാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഇപ്പോൾ ലഭിച്ച സീറ്റ് പോകും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നീട് അടുത്ത അലോട്ട്മെൻറ്റിൽ മറ്റൊരു കോളേജിലേക്ക് നിങ്ങളെ പരിഗണിക്കും. അങ്ങനെ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ജോയിൻ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ പിന്നീട് സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കേണ്ടതായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ലഭിച്ച ഓപ്ഷനിൽ വിദ്യാർത്ഥികൾക്ക്, അതായത് ഒരു വിദ്യാർത്ഥി ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു സംശയം, അത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്കിപ്പോൾ 5ാമത്തെ ഓപ്ഷനിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത്. സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് 3ാമത്തെ ഓപ്ഷൻ കിട്ടുന്ന സമയത്ത് ഈ ഒരു 5ാമത് കിട്ടിയ ആ ഒരു ഓപ്ഷനിൽ നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ നേടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പറ്റുന്നതല്ല. നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു ഓപ്ഷനിലേക്ക് കിട്ടുകയാണെങ്കിൽ പുതുതായിട്ട് കിട്ടിയ ആ ഒരു ഓപ്ഷനിലേക്ക് പോകേണ്ടതായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിലവിൽ ടെമ്പററി അഡ്മിഷൻ നേടിയിട്ടുള്ള ആ ഒരു കോളേജാണ് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം വരുന്നതെങ്കിൽ നിങ്ങൾ അവിടെ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു അലോട്ട്മെൻറ്റുകൾക്ക് ശേഷം അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്കും ഈ ഒരു ജില്ലാ തലത്തിലുള്ള സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് മാറാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.